അങ്ങനെ സാറും പോയി. ആരാണോ വരുന്നത്? ആരായാലും കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വന്നാൽ മതി. അതുവരെ വെറുതെ ഇരിക്കാമല്ലോ. തോണ്ടേ വർഷം വരുന്നു. ഐഷ് ഈ പെണ്ണുമ്പിള്ള. ജിമിനെ, നേരത്തെ വന്ന ആളില്ലേ, അത് നിന്റെ ആരാ? അറിഞ്ഞിട്ടെന്തിനാ? അല്ല, എനിക്ക് അവനെ കണ്ടപ്പോ തന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അടിച്ചു. ആരാ നിന്റെ പറ? ഹൗ, ഞാൻ രക്ഷപ്പെട്ടു. നിനക്ക് എൻ്റെ കണ്ണിൽ തന്നെ പോട്ടല്ലോടി. അതെൻ്റെ അകന്ന ബന്ധത്തിലുള്ളൊരു ബന്ധമാണ്. എൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് വരും. കാശി പോടി, എനിക്ക് ഞാനാ വേണ്ട. അതും പോയി. രാഹുൽ. ഹൗ, ഇപ്പൊ സമാധാനായി. ഇനി രാഹുൽ സഹിച്ചോട്ടെ. അതെ. എവിടെ ജയ? ഫിലിക്സ് ജയ? ചേട്ടൻ വന്നോണ്ടിരിക്ക, അവരുണ്ട്. എന്തായി? അവിടെ സേഫ് അല്ലേ? ഓൾ സേഫ്. എന്താ സംഭവം? എന്താ നടക്കുന്നത്? അത് ഞാൻ പറഞ്ഞുതരാം. എടാ, ഇവൻ്റെ ആളെ കോളേജില്ല. ഏത് KDM കോളേജോ? ആ കോളേജിലെ സാറുമാർ അവിടുത്തെ എന്താണ് സ്റ്റുഡൻസിനെ പീഡിപ്പിച്ച കേസിൽ കുറച്ച് സാറുമാർ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇന്നലെ ഇറങ്ങി. അപ്പം തന്നെ നമ്മളെ ആളുകൾ അവരെ ചെറിയ രീതിയിൽ പരിക്കേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരാളെ കൊന്ന്. ബാക്കി 3 പേര് ആ കോളേജിലത്തെ എന്താണ് ഗോഡൗണിൽ ആക്കാനാണ് നമ്മളുടെ തീരുമാനം. അത് അവിടെ സേഫാണ്. അവിടെ ആരും അങ്ങനെ വരുന്നതായിട്ട് ഞാൻ നിരീക്ഷിച്ചതിൽ കണ്ടു കിട്ടിയിട്ടില്ല. സേഫായിരിക്കാം. അതെന്താ ഇവിടെ തന്നെ ആക്കിയ? വേറെ വീട്ടിലാക്കിയാൽ മതിയില്ലേ? അത് മറ്റേ ആൾ മരിച്ചപ്പോൾ തന്നെ പോലീസുകാർ തടഞ്ഞിട്ടുണ്ട്. അപ്പം അത് വലിയതായിട്ടുണ്ട്. എല്ലാ സ്ഥലവും പോലീസുകാർ നിരീക്ഷണത്തിലാണ് ഇപ്പം. അപ്പം ആ ഒരു കൂടെ മാത്രമാണ് തീരെ സംശയമില്ലാത്തത്. അങ്ങോട്ടേക്ക് ആരും വരില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ പറഞ്ഞത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മളെ സ്ഥലം അവിടെ ആ വീടിൻ്റെ അടുത്തുള്ള ആ കോളേജിൻ്റെ അടുത്തുള്ള എവിടെയെങ്കിലായിരിക്കണം. പക്ഷെ ഇത് രണ്ടും ആവാത്തത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അങ്ങോട്ട് പോകാൻ കഴിയില്ല. കാരണം സംശയം തോന്നും അവർക്ക്. അതിന് നമ്മൾ ആ കോളേജിൽ ഏതെങ്കിലുമൊക്കെ ജോബ് സെറ്റാക്കിയാൽ പോരെ? അത് മതി. പക്ഷെ എങ്ങനെ സെറ്റാക്കും? അതിന് ഏതെങ്കിലുമൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോയെന്നൊക്കെ നോക്കണ്ടേ? അത് ഞാൻ ജിമ്മിനോട് ചോദിച്ചു നോക്കാം. അല്ലെങ്കിൽ വേറെ ഏതൊരു വഴി നോക്കാം. എന്നാ നീ ചോദിച്ചോക്ക്. അവിടെ മാത്സ് സാറും ഇംഗ്ലീഷ് സാറും ആയിട്ടുണ്ട്. ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ലയെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അവര് എടുത്ത് പോയതാണെന്നാണ് അവൻ പറഞ്ഞത്. വേറെ സാറുമാരെ വെച്ചോ അവർ നോക്കുന്നുണ്ടോ എന്നും അറിയില്ല. അതായത് ഇവര് എന്നോട് പോയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു തരുന്നത് ഇപ്രാവശ്യം എനിക്ക് പണിയുണ്ട് എന്നല്ലേ? പിന്നല്ലാണ്ട് നീ ഞങ്ങളുടെ ഏക്കൊരു അളിയനല്ലേ? ഇങ്ങനത്തെ അളിയന്മാരെ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യണം. അതൊക്കെ അത്രേ ഉള്ളൂ.